കുറച്ചും കൂടെ മരുന്ന് റെഡി മോളെ. നല്ല വേദനയുണ്ട് എനിക്ക്. ഇത് ഒരുപാടൊന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല. ഇത് പൊള്ളും. ഇത്രയൊക്കെ മതി. നല്ലൊരു എഫക്റ്റ് ഉള്ള മരുന്നാണ്. ഇനി ഞാനേ ചൂട് പിടിക്കാനുള്ളതൊക്കെ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് വരട്ടെ. ആഹാ, രാവിലെയൊക്കെ ജോലിയാണോ? ആ, ഉമ്മയ്ക്ക് മരുന്നൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇനി ചൂടൊക്കെ ഒന്ന് പിടിക്കണം. ഇനിയിപ്പോൾ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അല്ല കേട്ടോ. ഇത്തങ്ങോട്ടില്ലേ, 2-3 ദിവസമായല്ലോ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. എവിടെ ആയിരുന്നു നീ? ഓ, ഞാൻ ഇളയവൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അവൻ്റെ കൊച്ചിന് വയ്യായിരുന്നു അങ്ങ് പനിയും ഒന്നും പറയണ്ട. പിന്നെ ഞാൻ അവിടെ ആയിരുന്നു കുറച്ച് ദിവസം. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത്. കുറവുണ്ട് ഇപ്പോൾ എനിക്ക്. അപ്പോൾ അതിൽ പൊടിയുടെയൊക്കെ അല്ലേ, ഇപ്പോൾ പിള്ളേരൊക്കെ പൊടിക്കകത്തൊക്കെ കളിച്ച് ചെറുക്കൻ്റെ പൊടിയുടെയൊക്കെ ഒരു അലർജിയാണെന്ന്. അപ്പോൾ അതിനകത്ത് കയറിയ അങ്ങ് പനിയൊന്നും പറയണ്ട. അവൻ പിന്നെ ഉമ്മ ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നേ. അങ്ങനെ അവിടെ ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എന്തോ കുറവ്? കുറവ് ഇവിടെ ഇപ്പോൾ പട്ടിയെ പോലെ ഇപ്പോൾ ഞാനിവിടെ കിടക്കുന്നു. ഇപ്പോൾ ഭരണം മൊത്തം ഇപ്പോൾ അവക്കല്ലേ. എല്ലാത്തിനും ആശ്രയം അവളെയല്ലേ ഇപ്പോൾ വിളിക്കുകയും എടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഗൗരവം മട്ടുമൊക്കെ അവിടുത്തെ ഉണ്ട്. ഇപ്പോൾ ഒരു വെള്ളം എടുക്കണമെങ്കിലും ഇപ്പം അവിടെ ആശ്രയം ഇല്ലാതെ പറ്റാത്തൊരു കാലമായിപ്പോയില്ലേ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എണീറ്റ് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്പം എൻ്റെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നീ നിൻ്റെ മകളെ വിളിച്ച് നിർത്ത്. അതല്ലേ നല്ലത്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്കൊക്കെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറ. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാൻ പറ. ഹോസ്പിറ്റലും എല്ലാം ഈ പെണ്ണല്ലേ നോക്കിയത്. അപ്പോൾ നിൻ്റെ മരുമോ അവിടെ മോന്തയും കാണണ്ട. നിൻ്റെ മോളാകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിൻ്റെ മോളെ വിളിച്ച് നിർത്ത്. അതല്ലേ നല്ലത്. ഓ, അവളിപ്പോൾ ഞാൻ വിളിച്ചാൽ അവൾ വരുകയൊക്കെ ചെയ്യുമോടി. ഞാൻ പിന്നെ മനഃപൂർവ്വം വിളിക്കാത്തതാ. അവിടെ കാര്യം അറിയാമല്ലോ. 3 പിള്ളേരും ഒക്കെ ആയിട്ട് കിടന്ന് മല്ലടിക്കുകയാണ്. പിന്നെ അവിടുത്തെ അമ്മായിമ്മയ്ക്കും ഒക്കെ ഒരു ഇതാണ്. പിന്നെ ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തതാ. ഞാൻ വിളിച്ച എൻ്റെ മോള് ഇട്ടെറിഞ്ഞ് ഇങ്ങ് പോരും. അതും ഒരു കഷ്ടം തന്നെയാണ് അവിടെ കാര്യം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോള് മതിയായിരുന്നു. ഇവിടെ ഈ മുഖവും ഭാഗവും ചാട്ടമൊന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല. ഒന്നും പറയണ്ട. ഓ, എന്തൊരു കഷ്ടപ്പാടി നിൻ്റെ കാര്യം. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ നോക്കുന്ന കേട്ടോ. വേറെ ഏതെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഈ പറയുന്ന ഞാനാണെങ്കിലും ഇവരെ തിരിഞ്ഞു നോക്കത്തില്ല. നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാർ നോക്കുവോ? എന്തൊക്കെയായിരുന്നു. നിൻ്റെ വീട്ടുകാർ വന്നപ്പം അവരെ അടിച്ചിറക്കി വിട്ട്, പിന്നെ നിന്നെ പട്ടിണിക്കിട്ട്, നിൻ്റെ വീട് പോലും കാണിക്കാതെ അവർ എത്ര നാൾ നിന്നെ ഇവിടെ പിടിച്ച് വെച്ചിരുന്ന്. നിൻ്റെ വാപ്പാക്ക് സുഖമില്ലാതെ പറഞ്ഞപ്പോൾ നിന്നെ വിട്ടാ അതുപോലും ചെയ്തില്ല. പിന്നെ അവരുടെ മോനെ കൊണ്ട് നിന്നെ എന്തെല്ലാം ദ്രോഹങ്ങളും ചെയ്യിപ്പിച്ച് ഇപ്പം നിൻ്റെ കാൽക്കീഴി കിടക്കുന്നു. നിനക്കിതൊക്കെ എങ്ങനെ നോക്കാൻ പറ്റുന്നടി മോളെ? ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ, എൻ്റെ അമ്മായിമ്മ എന്നോട് ചെയ്ത ദ്രോഹത്തിന് തിരിച്ച് ഞാനോടെ ചെയ്യുകയാണെങ്കിൽ ഞാനും എൻ്റെ അമ്മായിമ്മയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണ്? ഞാനതൊന്നും വെച്ചോണ്ടൊന്നും അല്ല ഞാനത് നോക്കുന്നതും ചെയ്യുന്നതൊക്കെ. എൻ്റെ ഉമ്മായി നോക്കുന്ന പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇനി അവരെന്ത് മനസ്സിൽ കരുതിയാലും എനിക്കൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ആഹാ, ആളിപ്പോൾ നല്ലോണം ഉഷാറായിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ നിൻ്റെ കാര്യം ഇങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. നീ ഇപ്പോൾ 2 ദിവസമായാലും എന്നെ ഒന്ന് വിളിച്ചിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഉമ്മായിക്ക്? കുറവുണ്ടോ? ഓ, അങ്ങനെയൊക്കെ പോകുന്നു മോളെ. നീ ഒരു കാര്യം ചെയ്യടി. നിന്നെ എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുക. നീ ഇന്ന് 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കുക. എനിക്കൊരു മനസ്സിൻ്റെ സന്തോഷം കിട്ടും. ഇവിടെ ഭരണവും ചാട്ടവും മുഖഭാവവും ഒന്നും കാണണ്ടല്ലോ. വെക്കേഷനും അല്ലേടി. നീ പിള്ളേരുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക. എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നോക്കും. ഹോസ്പിറ്റലിലോട്ടേ നിൻ്റെ ഞാൻ പറയുക. അവിടെ വെച്ചൊന്നും എനിക്ക് നിൽക്കാനും പറ്റത്തില്ല. ഇവിടെ വന്നപ്പോഴും അതും പറ്റത്തില്ല. നീ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ഒരു ആശ്രയമല്ലേടി. എനിക്ക് ഇവളെ എല്ലാത്തിനും വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഗതികേട് കൊണ്ട് പിന്നെ എല്ലാത്തിനും വിളിക്കുക ഞാൻ. ഒരു മരുന്ന് പുരട്ടി തരണമെങ്കിലോ, ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലോ, വെള്ളം കുടിക്കണമെങ്കിലോ എല്ലാത്തിനും അവളെ ഞാൻ വിളിക്കണം. അവിടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ അരിശം കയറി വരിക. ഒരു തെളിച്ചവും ഇല്ല അവിടെ മുഖത്ത്. എൻ്റെ മോളല്ലേ, നീ ഒന്ന് നിൽക്കടി ഇവിടെ ഒന്ന്. കൊള്ളാം. ഉമ്മ എന്ത് ഈ പറയുന്നത്?
അവിടുത്തെ കാര്യം ഉമ്മാക്ക് അറിഞ്ഞൂടെ? ഇക്കാക്കാണെങ്കിൽ ജോലിക്ക് പോകേണ്ടത്, അവിടുത്തെ കാര്യങ്ങളും ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ. പിന്നെ അവിടുത്തെ ഉമ്മയുടെ കാര്യം ഉമ്മാക്ക് അറിയാമല്ലോ. ഒരു ഉള്ളിത്തൊലി പോലും പൊളിച്ച് അവർ എനിക്ക് തരത്തില്ല. അവർക്ക് എന്നും ഒന്നും വയ്യാഴിക. അവരിട്ടിട്ടാണോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്? പിന്നെ പിള്ളേരെ കാര്യം പിന്നെ പറയണ്ട. ഉമ്മാക്കറിയില്ലേ, പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് നിൽക്കും വീട്ടിൽ പോകാൻ വീട്ടിൽ പോകുന്നു. ഇവിടെ കളിക്കാൻ പിള്ളേരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാവും. പിന്നെ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഉമ്മ നോക്കിയും വേണ്ട. ഇനിയിപ്പം പിള്ളേർക്ക് വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകാൻ ഇങ്ങനെ ഇരിക്കുക. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാര്യം? ഉമ്മക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നാത്തൂൻ നല്ലോണം നോക്കുന്നുണ്ടല്ലോ, അതൊക്കെ പോരെ ഉമ്മയ്ക്ക്. ഞാനും കൂടെ വന്നിട്ട് എന്തിനിവിടെ? നീ എന്താടി പിള്ളേരെ ഒന്നും കൊണ്ടുവരാഞ്ഞത്? വെക്കേഷനൊക്കെ അല്ലായിരുന്നാ? പിള്ളേരുടെ കാര്യം നാത്തൂന് അറിയാമല്ലോ, അവരിങ്ങോട്ട് വരത്തൊന്നുമില്ല. പിന്നെ അതുമല്ല കല്യാണമൊക്കെ അല്ലേ, എല്ലാവരും അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് പോകും, അവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? ഉമ്മായി നാത്തൂനൊക്കെ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? ഓ, ഞാനങ്ങും മരുന്നൊന്നുമില്ല. ഇനി അവിടെ വന്നിട്ട് ഇനി എല്ലാവർക്കും ബുദ്ധിമുട്ടാകാനും ഒന്ന് ബാത്റൂമിലൊക്കെ പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര വയ്യ. പിന്നെ ഓരോരുത്തരുടെ ചോദ്യമായി പറച്ചിലായി എനിക്ക് വിശദീകരിച്ച് വയ്യ എനിക്ക്. അതുകൊണ്ട് ഞാൻ വരുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ കാണാൻ ഇരുന്നോളാം, നിങ്ങളൊക്കെ പോ. പിന്നെ കല്യാണത്തിന് വരുന്നവരാ പോകുന്നവരാ ആരാന്ന് വെച്ചാൽ പൊക്കോ. ഞാൻ ആരെയും ഇവിടെ പിടിച്ച് നിർത്തുന്നൊന്നുമില്ല. എൻ്റെ കാര്യമല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നോക്കിക്കോളാം, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നാത്തൂൻ വാ. നാത്തൂൻ തലേന്ന് അവിടെ വന്നിട്ട് രാത്രി ഇങ്ങ് വരിക, പിന്നെ പിറ്റേന്ന് കല്യാണത്തിന് അങ്ങോട്ട് വന്നാൽ പോരെ. കുറച്ചിടത്തെ കാര്യമല്ലേ ഉള്ളൂ. ഉമ്മായാണ്ട് അപ്പുറത്തിട്ടാ ഏൽപ്പിച്ചാൽ മതി. അവരല്ലേലും 24 മണിക്കൂർ ഈ വീട്ടിനകത്തല്ലേ, അവരെ ഏൽപ്പിച്ചിട്ട് വന്നാൽ മതി. അത് ശരിയാവത്തില്ലടി. ഉമ്മ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് ഞാനും നീയൊക്കെ കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഇവിടുത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എല്ലാവരും കൂടെ അങ്ങ് പോയാലോ. പിന്നെ ഉമ്മായി അവിടെ കൊണ്ടുവരുന്ന കാര്യം അത് ശരിയല്ലടി. ആളും ബഹളവും ഒക്കെ തിരക്കായിരിക്കും. ഉമ്മായിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനാ ഒന്ന് കിടക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ തിരക്കിലായി പറച്ചിലായി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇക്കായും പിള്ളേരൊക്കെ വരുമല്ലോ, നീയും പിള്ളേരും ഒക്കെ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. ഇത്ര ദിവസമൊക്കെ നോക്കിയിട്ട് ഒറ്റ ദിവസം ഉമ്മായോട് ഒറ്റയ്ക്കാക്കിയിട്ട് വരാനേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം നോക്കിയത് എൻ്റെ ഉമ്മായി നോക്കുന്ന പോലെ തന്നെ, അല്ലാതെ എൻ്റെ അമ്മായിമ്മയെന്ന് പറഞ്ഞിട്ടല്ല. പിന്നെ ഉമ്മാക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ ഉമ്മായി നോക്കുന്നത്, നല്ലതുപോലെ തന്നെയാണ് നോക്കുന്നത്. ഉമ്മായിക്ക് ഇപ്പോഴും എന്നോട് ഇഷ്ടക്കേടാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കല്യാണം കൂടാനൊന്നും ഇതൊന്നുമില്ല. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പോട്ടെ. ഞാനും ഉമ്മയുടെ കാര്യമൊക്കെ നോക്കി ഞാനിവിടെ ഇരുന്നോളാം, അതിനകത്തൊന്നും ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോൾ ഉമ്മയോ ഞാനോ ചെന്നില്ലെന്നും പറഞ്ഞിട്ട് ഒരു പരാതിയൊന്നുമില്ല. ഉമ്മാക്ക് സുഖമൊക്കെ ആവട്ടെ, എന്നിട്ട് ഞാനും ഉമ്മയും കൂടെ പൊക്കോളാം. നിങ്ങൾ സംസാരിക്കും.